ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്താ എല്ലാൻ്റെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാവിലത്തെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ ചോറ് വെച്ച് ഊറ്റിയിട്ടുണ്ട്. പിന്നെ റിൻഷിമോൾക്ക് കുറച്ച് സ്കൂളിൽ കൊണ്ടുപോകാൻ ഉള്ളിവാട്ടി ഉണ്ടാക്കുക കേട്ടോ. അവൾക്ക് ഉള്ളിവാട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉള്ളിവാട്ടീനെ അധികം ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ബുൾസൈ ഉണ്ടെങ്കിൽ അതും ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇന്ന് ബുൾസൈ ഇല്ല, അപ്പം ഇന്ന് അച്ചാറാണ്, കണ്ണിമാങ്ങ അച്ചാറും പിന്നെ ചോറും ഉള്ളിവാട്ടി കേട്ടോ. അപ്പോൾ അവൾ അത് മതിയെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ അവൾക്കുള്ള ചോറും ഇതൊക്കെ ആക്കണം. അപ്പോൾ ചായ റെഡിയാക്കിയിട്ട് അരിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനും ഉമ്മയൊക്കെ കുടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ചൂടാറുമ്പത്തിനും എല്ലാവരും വിളിക്കുകയാണ് കുടിക്കാൻ. അപ്പം ഇനി ഇതൊക്കെ ആക്കി റെഡിയായ ശേഷമാണ് എനിക്കിത് ചായ കുടിക്കാനായിട്ട്. അപ്പോൾ ചായ കുടി കഴിഞ്ഞ ശേഷമാണ് ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യൽ. അപ്പോൾ അതാ നമ്മുടെ നല്ല അടിപൊളി കണ്ണിമാങ്ങ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഉള്ളിവാട്ടി ചൂടാറിയ ശേഷം അവൾക്ക് ഡപ്പയിലൊന്ന് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നലെ മീനൊക്കെ വാങ്ങി ഇന്നലെ മുളക് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ ഇന്നലെ 1.5 കിലോ 100 വന്നപ്പോൾ ഞാൻ മേടിച്ചു. കുറച്ച് എക്സ്ട്രാ നന്നാക്കിയിട്ട് കുറച്ച് നമ്മൾ തൊട്ട വീട്ടിൽ ഫ്രിഡ്ജിൽ വെക്കാൻ കൊടുത്തിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് നമുക്ക് മീൻ തേങ്ങ അരച്ച് വെക്കണം. അപ്പോൾ ഇന്നലെ മീൻ കറി വെച്ചപ്പോൾ ഓരോ കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു, മഞ്ഞപ്പൊടി കമ്മിയാണ്. ഇല്ല കേട്ടോ, മഞ്ഞപ്പൊടി ഞാൻ അധികം ഇടാറില്ല. പക്ഷെ ഇന്നലെ കറിയൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. കറി ബാക്കിയേ ഇല്ല, എല്ലാവർക്കും നല്ല ഇഷ്ടമായി കൂട്ടിയിട്ടാണ്. പിന്നെ അതാ സ്കൂളിൽ പോകാണ്ട് റിൻഷിമോൾ റെഡി ആവട്ടെ. അപ്പം ഞാൻ റിൻഷിമോൾക്ക് ഓൺലൈനിൽ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു വാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ എനിക്കിപ്പോൾ ഒന്നും വാങ്ങി തന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം അവൾക്ക് വാച്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്താൽ കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, ഓട്ടൊക്കെ കഴിഞ്ഞ ശേഷമാണ് അത് വന്നത് കേട്ടോ. ബുക്ക് ചെയ്തിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് വന്നത്. അപ്പോൾ ഇതാ അവൾ സ്കൂളിൽ പോകുമ്പോൾ തന്നെ അവൾക്ക് കെട്ടാനുള്ള കറക്റ്റ് സമയത്ത് കിട്ടിയപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ 300 രൂപ കേട്ടോ അതിൻ്റെ വില. ഫ്ലിപ്കാർട്ടിനായതുകൊണ്ട് നല്ല കുഴപ്പമില്ല കേട്ടോ, സാധനം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അവൾക്കൊരാഗ്രഹം, അവളുടെ നേരത്തുള്ളതൊരു വാച്ച് പഴയതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഓടുന്നില്ല, കേട് വന്നു. അപ്പോൾ ശരി എന്നാൽ പുതിയതെന്ന് അവളുടെ ഒരു ഇഷ്ടമല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിക്കൊടുത്താ കേട്ടോ. പിന്നെ നമ്മുടെ റേസ് കുട്ടി വീഡിയോയിൽ നിൽക്കലേ ഇല്ല കേട്ടോ. അപ്പോൾ പിടിച്ച് നിർത്താൻ നോക്കിയതാണ്. അപ്പോൾ അവൻ വലിയ എസ്കേപ്പായി. പിന്നെ അതാ റിൻഷിമോളിലൊന്ന് റെഡിയാക്കുക കേട്ടോ. അപ്പോൾ അവൾ തലയിൽ എണ്ണ തേച്ചുകൊണ്ടാന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ഈ എണ്ണ കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. ഞാൻ കുഞ്ഞുനാൾ മുതലേ ഈ എണ്ണ കേട്ടോ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല മുടി വളരാനും താരം പോവാനും നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും നല്ലൊരു മരുന്ന്, നല്ലൊരു ഹെയർ ഓയിലാട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ, നല്ല റിസൾട്ടാണ്. ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ആവും ആദ്യമായിട്ട് തേക്കണവർക്ക് കേട്ടോ. പിന്നെ അതങ്ങനെ നമ്മൾ നിർത്താണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പം ഞാനും തന്നെ കേട്ടോ. നമ്മുടെ റജിക്കുട്ടി അതിൻ്റെ ഇടയിൽ മേക്കപ്പൊക്കെ ചെയ്യുക കേട്ടോ, ഐലൈനർ ഇടുക കേട്ടോ. പ്രിൻസിമോൾ ഇടുന്ന പോലെ അവളത് നോക്കി ഇടുക കേട്ടോ മുടച്ചി. അപ്പോൾ അത് അവളും ഇനി അവളെ ഒന്ന് റെഡിയാക്കണം, അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവിടണം കേട്ടോ. കുറേ ദിവസമായിട്ട് ലീവായിട്ട് അവൾക്ക് ഒരേ മടിയാണ് പോകാൻ. പിന്നെ കുറേ ദിവസമായിട്ടൊക്കെ ലീവ് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ 2-3 ലീവ് അവളായിട്ട് എടുത്തതും. പിന്നെ അങ്ങനെ റിൻഷിമോൾക്ക് അപ്പോൾ ഈ എണ്ണ യൂസ് ചെയ്താൽ നല്ലതാട്ടോ. തലക്ക് നല്ല കൂളിങ്ങും കിട്ടും, ഉറക്കവും കിട്ടും, മുടി വളരാനും നല്ലൊരു ഇതാട്ടോ ഹെയർ. ഞാൻ ഇത് തന്നെ കേട്ടോ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ അവൾക്കും അത് തന്നെ കേട്ടോ യൂസ് ചെയ്യണത്. ഇവിടെ ഇതെല്ലാം മേടിച്ച് ഞാനും റിയാസ്ക്കും ഇവളും ഒക്കെ തേക്കും കേട്ടോ. എല്ലാവരും തേക്കും, എല്ലാവർക്കും ഇത് തന്നെ കേട്ടോ. ഇവിടെ റജിക്കുട്ടിക്കും ഫാത്തിമക്കുട്ടിക്കും എല്ലാവർക്കും ഞാൻ ഇത് തന്നെ കേട്ടോ യൂസ് ചെയ്യുക. വേറെ ഓയിലൊന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ ഇത് ഹെയർ ഓയിലായിട്ട് ഇത് തന്നെ കേട്ടോ. ഞാൻ കല്യാണം കഴിയുന്ന മുമ്പ് ഇത് തന്നെ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നിറയെ മുടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ നമ്മൾ പിന്നെ പ്രസവമൊക്കെ കഴിഞ്ഞ ശേഷം മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ല യൂസ് ചെയ്യാം കേട്ടോ, നല്ല എണ്ണയാണ്.
അപ്പോൾ ഇത് അധികം പേര് യൂസ് ചെയ്യും തോന്നുന്നു. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. അത് കണ്ണിൽ കണ്ടതൊക്കെ തേക്കണക്കാട്ടി നല്ലൊരു ഇതാട്ടോ. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ ഓയിലാണ്. അതുകൊണ്ടാട്ടോ നിങ്ങൾക്കും ഒന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ അതങ്ങനെ അവളുടെ മുടിയൊക്കെ ഒന്ന് അവൾ ലീവുള്ള ദിവസം ഒന്ന് വൃത്തിയാക്കുകയില്ല കേട്ടോ. പിന്നെ ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡെയിലി 2 ഭാഗം മുടഞ്ഞ് അങ്ങനെ കെട്ടിക്കൊടുക്കും. പിന്നെ ഇത് തേക്കാൻ തുടങ്ങിയ ശേഷം അവളുടെ മുടി കൊഴിച്ചിലൊക്കെ കുറവായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാൾ പോകാൻ മഫ്തൊക്കെ കുത്തിയിട്ട് റെഡി ആയിട്ട് പോകാൻ നിൽക്കണം. റിയാസ്കാരം കാത്തു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വാച്ച് കെട്ടിയപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരും കേട്ടോ നിങ്ങൾക്ക് കൊടുത്തിട്ട്. അപ്പോൾ നല്ല കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മൾ 2 ദിവസം യൂസ് ചെയ്താലേ അറിയുള്ളൂ. പിന്നെ റിയാസ്കാക്കും ഞാൻ അതും തന്നെ കേട്ടോ ഓർഡർ ചെയ്തത്. അതിപ്പോൾ കൈ കെട്ടിയിട്ടുണ്ട്. റിയാസ്ക കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ റിച്ചുകുട്ടിനെയൊക്കെ റെഡിയാക്കി കൊടുത്ത് അപ്പോൾ അവൾ ഒറ്റയ്ക്ക് നിന്ന് ചാടുക കേട്ടോ. അപ്പോൾ ഞാൻ അതിങ്ങനെ കണ്ടപ്പോൾ ഒന്നിങ്ങനെ വീഡിയോ എടുത്ത് നിന്നതാണ്. ഇനി ഇവരിനൊക്കെ കൊണ്ടാക്കി വന്ന ശേഷം വേണം കേട്ടോ മീൻ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ കൊടുത്തിരിക്കണം അപ്പുറത്തെ വീട്ടിൽ. അത് വാങ്ങിയിട്ട് വരുമ്പോൾ തേങ്ങയും വാങ്ങിയിട്ട് വരണം. കടയിൽ നിന്ന് കയറണം. അപ്പോൾ അത് ഇവരിനൊക്കെ ഒരുക്കി ഞാനും റെഡി ആവുക കേട്ടോ. റിയാസ്ക്ക് വന്ന ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ റിൻഷുകുട്ടിനെ കൊണ്ടുപോകും. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് എന്നെയും ഫാത്തിമാനെയും കൊണ്ടുപോകുക കേട്ടോ ചെയ്യുക. അപ്പോൾ അതാ ഞാനും ചുരിദാറൊക്കെ ഇട്ടിട്ട് ഇന്ന് എപ്പോഴും ഫർദ ഇടുന്ന ഞാൻ ചുരിദാർ ഇട്ടിട്ട് ഫർദ തിരുമ്പാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ മറന്നു അലക്കിയിടാൻ. അപ്പം ഇന്ന് ചുരിദാർ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളി നേരത്തെ കഴിയും, അലക്കലൊക്കെ നേരത്തെ കഴിയും. പിന്നെ എന്താ അപ്പോൾ ഞാനും പോകാൻ റെഡി ആയിട്ട് റിയാസ്ക വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓട്ടോയിൽ പോയിട്ട് വന്നിട്ട് വേണം ഇനി ബാക്കി പണികളൊക്കെ കേട്ടോ. പിന്നെ 2:30 നമ്മുടെ അടുക്കള പണിയൊക്കെ തീർക്കണം. അത് കഴിഞ്ഞ് ഞാൻ സ്കൂൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ മീൻ അവൻ്റെ ഇത് മേടിച്ചു വെള്ളത്തിലിട്ട് നന്നാക്കിയിട്ടാട്ടോ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത്. അപ്പോൾ പിന്നെ പണിയില്ലല്ലോ. പിന്നെ വേഗം അതൊന്ന് കായം പറ്റിയിട്ട് പിന്നെ കുറച്ച് വരുമ്പോൾ ഞാൻ തക്കാളിയും തേങ്ങയൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. ഓയിലൊക്കെ വാങ്ങിയിട്ട് വന്നു കടയിൽ നിന്ന്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് വേഗം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കണം. അപ്പോൾ തേങ്ങ അരച്ചിട്ടൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് കായം പറ്റി വെക്കും. പിന്നെ ബാക്കിയുള്ളത് കുറച്ച് കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നും നമുക്ക് മീൻ കറിയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അപ്പോൾ റഹീസ് കുട്ടിക്കും മീൻ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്നും മീനാക്കിയത് കേട്ടോ. അപ്പോൾ ഇനി നാളെ എന്തെങ്കിലും ഇവിടെ മീൻ കറി വിട്ടാൽ പരിപ്പ് കറി വിട്ടാൽ മീൻ കറി ഇട്ടാൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇവിടെ അതാ ഇഷ്ടമുള്ളൂ. പിന്നെ രസം അപ്പം ഞാൻ വോയിസ് കൊടുക്കുന്നുണ്ട്. റിജുക്കുട്ടി ഒപ്പം ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ അങ്ങനെ ഇനി തേങ്ങയിൽ ഉള്ളിയും ജീരകമൊക്കെ ഇട്ടൊന്ന് അടിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഇന്ന് മൺചട്ടിയിൽ അടുപ്പിലിട്ട് വെക്കണം. അപ്പോൾ അടുപ്പൊക്കെ കെട്ട് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കലക്കി റെഡിയാക്കിയിട്ട് വേണം നമുക്ക് അടുപ്പിലേക്ക് പോകാൻ കേട്ടോ. പിന്നെ ഉമ്മ ഇവിടെ ഇല്ല. ഉമ്മ എവിടേക്കോ പോയി കേട്ടോ. രാവിലെ പോയതാണ്, ചായ കുടിയൊക്കെ കേട്ട് പോയതാണ് മൂപ്പര്. ഇനി വൈകുന്നേരം വരുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഉമ്മാൻ്റെ കാര്യം അങ്ങനെ. പിന്നെ ഒരു ദിവസം മൂത്തമ്മാൻ്റെ മോളുടെ അടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഒരാഴ്ച നിന്നോളിന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ മുപ്പത്തേക്ക് എവിടെ സ്ഥലം മാറി കിടന്നാലും ഉറക്കം വരില്ല കേട്ടോ. അതാണ് ഓടി വന്നത്. ഒരാഴ്ച നിന്നോന്ന് ഞാൻ പറയാൻ വേണ്ടി ഫോൺ വിളിച്ച് പറയണം എന്നിട്ട് നിൽക്കുകയായിരുന്നു. അതിന് ഉമ്മ ഓടിയും കൊണ്ട് വന്നതാണ് കേട്ടോ. പിന്നെ അത് അങ്ങനെ ഞാൻ അടുപ്പ് കണലുണ്ട് കേട്ടോ, ഒക്കെ ഇട്ടിട്ടില്ല. ചെറുതായിട്ടൊരു കണൽ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഊതിയിട്ടൊന്ന് കത്തിക്കാൻ നോക്കിയതാണ്. ആദ്യം ഒന്നും കത്തിയില്ല. പിന്നെ കുറച്ച് ഓലക്കൊടി 2 ഇല്ലി വിറകൊക്കെ വെച്ചിട്ടൊന്ന് കത്തിക്കാൻ നോക്കിയപ്പോൾ അങ്ങനെ കത്തിയിട്ടോ. പിന്നെ കുറേ നേരം ഊതിയിട്ടാണ് അങ്ങനെ ഒന്ന് തീ പിടിച്ചെടുത്ത് കേട്ടോ. കണലുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കത്തിപ്പിടിക്കും കേട്ടോ. ഒന്ന് പിടിച്ച് കിട്ടാനാണ് പാട്. കത്തിയാൽ പിന്നെ അങ്ങനെ കത്തിക്കോളും. പിന്നെ പിടിച്ച് കിട്ടാനാട്ടോ പാട്. പിന്നെ ഉമ്മ ഉള്ളത് കൊണ്ട് വിറകിന് എനിക്ക് ഇടങ്ങറില്ല കേട്ടോ. അമ്മ അവിടുന്ന് ചുള്ളക്കോലൊക്കെ കിട്ടി പറഞ്ഞാൽ അങ്ങനെ നല്ല ചെറുതായി കൊത്തി മുറിച്ച് എനിക്ക് അടുപ്പിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ച് തരും കേട്ടോ. എനിക്ക് ബാക്ക് പെയിൻ ഉള്ള കാരണം കൊണ്ട് കുമ്പിട്ടൊന്നും അധികം പണിയൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഉമ്മ മെയിനായിട്ട് വിറകൊക്കെ റെഡിയാക്കി തരും. അപ്പോൾ ഞാൻ ചോറും അത്യാവശ്യം കറികളൊക്കെ അടുപ്പിൽ തന്നെ കേട്ടോ വെക്കൽ. പിന്നെ മീൻ കറിയൊക്കെ നമുക്ക് അടുപ്പിൽ വെച്ചാൽ തന്നെ. അപ്പോൾ ഞാനിത് കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പഴയ വീഡിയോ നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ ഇപ്പോൾ ആർക്കും മീൻ കറിയൊക്കെ വെക്കാൻ അറിയാത്തതില്ല. എല്ലാവർക്കും പല രീതിയിലായിരിക്കില്ലേ പലരും വെക്കുക. അപ്പോൾ ഇത് നമ്മൾ പാലക്കാട് സ്റ്റൈലിലാട്ടോ വെക്കുക. ഞാൻ എപ്പോഴും പറയുമ്പോൾ അങ്ങനെ പറയും പാലക്കാട് സ്റ്റൈലിലാണ് വെക്കുക അതുള്ളത്. അങ്ങനെയല്ല, നമ്മുടെ ഇങ്ങനെയാണ് ഇവിടെ ഉള്ള എനിക്ക് ഇഷ്ടം, അതുപോലെ വെക്കും കേട്ടോ. അപ്പോൾ അധികം നല്ല ഇഷ്ടം കേട്ടോ. എൻ്റെ മീൻ കറി എല്ലാവർക്കും ഇഷ്ടമാണ്. റിയാസ്ഖാൻ്റെ ഉമ്മാക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മുടെ അടുപ്പൊക്കെ ഇങ്ങനെ കത്തി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് വിറകിന് ഉണങ്ങിയതായതുകൊണ്ട് പിന്നെ വേഗം കത്തിപ്പിടിക്കും. അപ്പോൾ അതാ ഇനിയിപ്പോൾ പണിയില്ലേ. ഇതൊന്ന് തിളച്ച ശേഷം പിന്നെ മുളക് ചൂരൊക്കെ പോയ ശേഷം ഞാൻ മീനിട്ട് കൊടുക്കുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് മീൻ പൊരിക്കാനും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വറുക്കണം.
പിന്നെ ഇത് പിന്നെ അടുപ്പിൽ കിടന്ന് അങ്ങനെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേനും പിന്നെ നമുക്ക് നമ്മുടെ കുറച്ച് പാത്രങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ ഞാനിതാ അടുപ്പൊന്ന് ചാറ് തിളച്ചിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അടുപ്പൊന്നും കൂടി നീക്കി കൊടുക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ നമുക്ക് ഇനി മീനിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ ഒന്നിച്ചും കഴുകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് പിന്നെ മുളക് കറി ഇന്നലെ വെച്ചപ്പോൾ അതിൽ കുറച്ച് ഉള്ളി അധികമായാലും മധുരിക്കില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇല്ല കേട്ടോ, മധുരിക്കൊന്നുമില്ല. നമ്മൾ നല്ല പുളിയും തക്കാളിയൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ മധുരം അറിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടം കേട്ടോ നിറയെ ഉള്ളി ഇടുന്നത്. മധുരിക്കൊന്നുമില്ല. ഇന്നലെ മധുരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കറി ബാക്കി ഉണ്ടായിരുന്നില്ല, നല്ല എല്ലാവരും ഇഷ്ടപ്പെട്ട് കൂട്ടിട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ ഞാൻ ബാക്കി ഉണ്ടെങ്കിൽ പിന്നെ ഒന്ന് കറി വെച്ചിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ബാക്കി കറി ഇല്ലാത്തതുകൊണ്ട് തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ ഞാൻ അതിലേക്ക് ഒന്ന് താളിപ്പ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ താളിച്ച് ആ ചട്ടിയിൽ തന്നെ നമുക്ക് മീനും പൊരിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ റിയാസ്ക വന്നിട്ടുണ്ട് കേട്ടോ. വന്നിട്ട് അവിടെ നിന്നിട്ട് എലിനെ എന്തൊക്കെയോ പറയുന്നത്. എലി റിയാസ്കാൻ്റെ രാത്രി വന്നിട്ട് നല്ല രാത്രി എലി അതിന് നമ്മൾ കിടക്കണ ഭാഗത്ത് ഇങ്ങനെ വരും കേട്ടോ. വന്ന് ഇതൊക്കെ ഇങ്ങനെ തള്ളിയിടും. അപ്പോൾ റിയാസ്കാൻ്റെ പാട്ട് വെക്കണ ഫാത്തിമക്കുട്ടിക്ക് പാട്ട് വെച്ച് കൊടുക്കണ ഒരു ഇതുണ്ട് കേട്ടോ, ബോക്സ്. അതിനെ വന്ന് കടിച്ച് തള്ളിയിട്ടിട്ട് പോയിരിക്കണം കേട്ടോ. അപ്പോൾ അതിനെ റിയാസ്ക അവിടെ നിന്ന് കുറേ ചീത്ത പറയുന്നുണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ ചിരിച്ചത്. അവിടെ കൊലയിൽ ഇരുന്നിട്ട് ഇപ്പോൾ അത് നേരാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫാത്തിമക്കുട്ടിക്ക് പാട്ട് കേട്ടാൽ ഫാത്തിമക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാട്ട് വെച്ച് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ രാത്രി അവൾ വേഗം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ. അവൾക്ക് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഫോണിൽ നമ്മൾ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ അതും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതൊന്നും ഫോണിൽ വെച്ച് കൊടുക്കില്ല, പാട്ടിങ്ങനെ കേട്ടിട്ട് അവളിങ്ങനെ കിടന്നുറങ്ങും കേട്ടോ. പണ്ടൊക്കെ തല ഇങ്ങനെ ഇങ്ങനെ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. മരുന്നൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അതിനൊക്കെ ഒത്തിരി മാറ്റം കേട്ടോ. എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ തലയിട്ട് ആട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇപ്പോൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി താളിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് മീനും കൂടി പൊരിച്ചെടുക്കാനുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവൂലേ. അപ്പം ഇനി മീൻ കൂട്ടി റിയാസ്കാർക്ക് ചോറൊക്കെ കൊടുത്ത് ഞാനും വേവിച്ച് എന്നിട്ട് ഞങ്ങൾ സ്കൂട്ടർ ഇപ്പോൾ എടുക്കാൻ പോകും. റജിക്കുട്ടിനെയും ഫാത്തിമാനെയും വിളിച്ചിട്ട് വരും കേട്ടോ. പിന്നെ 5 മണിയാകുമ്പോൾ റഹീസും റിൻഷിയൊക്കെ വരും. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ കുഞ്ഞു വിശേഷങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട, എന്നാലേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാ നന്നുള്ള കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ എന്നും നിങ്ങളുടെ മുമ്പിലുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഓരോ ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട്. അപ്പോൾ അതാണ് മീനിഞ്ഞ് വറുത്തെടുത്ത റിയാസ്കാക്ക് ചോറും കൊടുത്തതിന് പണി കഴിഞ്ഞു കേട്ടോ. പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരണം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.